ഹലോ മക്കളെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നിർത്തിയത്? എന്തിലായിരുന്നു? ഇന്റേണൽ ഫെർട്ടിലൈസേഷനും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നടത്തി അല്ലെ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്യൂഷൻ ഓഫ് ദ ടു ഗാമേറ്റ്സ്, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പറഞ്ഞിരുന്നു. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഒരു ഫീമെയിൽ ബോഡിയുടെ പുറത്താണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ എന്നും, ഒരു ഫീമെയിൽ ബോഡിയുടെ അകത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടെ ആ എഗ് ഒരു ഫീമെയിൽ എഗ് ഉണ്ടാവുമ്പോൾ അത് ഒരു ഓഫ്സ്പ്രിംഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇൻ ദ കേസ് ഓഫ് ഇന്റേണൽ എന്നും അത് കുറവാണ് ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ എക്സാമ്പിൾസും പറഞ്ഞു അല്ലെ. നമുക്കറിയാം ഇന്റേണൽ ഫെർട്ടിലൈസേഷന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. ഹ്യൂമൻ ബീങ്സിനകത്ത് ഫീമെയിൽ ബോഡിക്കകത്ത് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ എഗ്ഗിലോട്ട് സ്പേം വന്ന് ഫ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ നടക്കുന്നത് ഒരു ഫീമെയിൽ ബോഡിയുടെ അകത്താണ്. That is the best example for the internal fertilization. External fertilization എക്സാമ്പിൾ നമുക്കറിയാം, ദാറ്റ് ഈസ് ഫ്രോഗ്. ഫ്രോഗിന്റെ കേസിലാവുമ്പോൾ അവർ എഗ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വെള്ളത്തിലോട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. പിന്നീട് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ അല്ലെങ്കിൽ ഇൻ ദ വാട്ടർ ആണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് ആ ഉണ്ടായ എഗ്ഗുകൾ മുഴുവനും ഒരു ഓഫ്സ്പ്രിംഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവ് എവിടെയാണ്? ഇൻ ദ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. പറഞ്ഞതായിരുന്നു നമ്മൾ ഇതൊക്കെ അല്ലെ. അതായത് ഫ്രോഗ് അല്ലെങ്കിൽ ടോഡ്സ് റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ് ഇൻ ദ സ്ട്രീം, സ്ലോ വാട്ടർ സ്ട്രീം ഓർ ദ പോണ്ടിനകത്ത് ഉണ്ടാവുന്നു. ഈ ഫീമെയിൽ എഗ് ഫസ്റ്റ് ലേ hundreds of eggs together in the water. These eggs are not covered with any hard shell. Instead, there is a jelly-like substances that guards them and holds them together. ഇവര് വെള്ളത്തിലോട്ട് ഈ എഗ്സിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മള് ഈ ഇതിനകത്ത് ഹെൻസിലൊക്കെ കാണുന്ന പോലെ, കോഴിക്കകത്തൊക്കെ കാണുന്ന പോലെ മുട്ടയുടെ പുറത്ത് തോടോ അങ്ങനെ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അവിടെ ഈ എഗ്ഗുകളെ മുഴുവനും കവർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ജെല്ലി പോലത്തെ ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഓക്കെ അതിനെല്ലാം കൂടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, as the female frogs lay their eggs, the male frogs deposit the sperms over them. അങ്ങനെ ഇവര് മുട്ടയിട്ട് വെക്കുന്ന സമയത്ത് അതിന്റെ പുറത്താണ് മെയിൽസ് അവരുടെ സ്പേംസിനെ റിലീസ് ചെയ്യുന്നതും അവിടെ വെച്ചാണ് ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും. അപ്പൊ ഒരു ഹൺഡ്രഡ്സ് ഓഫ് എഗ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇവരെ മുഴുവനും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് അവിടെ കാണുന്നില്ല. ഓൺലി ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. ഇവരാണ് ഈ എഗ്ഗിനെ മുഴുവനും ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ബട്ട് there is no protective structures for protecting this egg. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഉണ്ടായ എഗ്ഗുകൾ മുഴുവനും വയബിൾ ആവണം, അല്ലെങ്കിൽ ഇവര് മുഴുവനും ഒരു ഓഫ്സ്പ്രിങ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ ഒരു തവള കുട്ടികളായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്കില്ല അല്ലെ. അതാണ് ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. This result the external fertilization when the sperms come in contact with the eggs. Though the eggs are large in number, only a few of them manage to survive. അല്ലെ, there are several factors. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം? That is exposing to water movement, rainfall, wind and other animals. അവിടെ എന്തൊക്കെ കുറെ അധികം adverse conditions അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? അവർക്ക് ഒരുപാട് വാട്ടർ കറൻസ് അല്ലെങ്കിൽ വാട്ടർ മൂവ്മെന്റിനെ അവർക്ക് ഹിൻഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മഴക്കാലം ആണെങ്കിൽ ആ ഒരുപാട് മഴകൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ അവർക്ക് ഓവർകം ചെയ്യേണ്ടി വരും. വിൻഡ്, അതുപോലെ തന്നെ വേറെ അനിമൽസ് ഒക്കെ വന്ന് നശിപ്പിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അഡ്വേഴ്സ് കണ്ടീഷനെ ഒക്കെ ഫേസ് ചെയ്തിട്ട് വേണം ഒരു എഗ് ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഹിൻഡ്രൻസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇൻ ദി കേസ് ഓഫ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം അവിടെ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ബോഡിയുടെ അകത്തായിരിക്കും എന്നറിയാം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ ഒരു എഗ്
ഒരു ഹ്യൂമൻ ബോഡിയുടെ അകത്ത്, ഫീമെയിലിന്റെ ബോഡിയുടെ അകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് അറിയാം. അവിടെ വെച്ചാണ് എഗ് മെയിൽ ഗാമീറ്റ് സ്പെർമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതും പിന്നീട് സൈഗോട്ടായിട്ട് മാറുന്നതും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ഹെൻസ് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഡിഫറെന്റ് ആണ് അല്ലെ. ഹെൻസ് റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ്, അവർ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് എഗ്സ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ദീസ് എഗ്സ് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട് ഇറ്റ് കീപ്സ് ഓൺ ഡിവൈഡിങ് ഇറ്റ്സെൽഫ് ആൻഡ് ദെൻ ട്രാവൽസ് ത്രൂ എ ഓവിഡക്ട്. In this process, different layers are formed over the egg that then turns into a hard shell or the covering of the egg. അവിടെ ഈ എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു ഹാർഡ് ഷെൽ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ സൈഗോട്ട് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട്, അവിടെ സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷമാണ് ഇറ്റ് കീപ്സ് ഓൺ ഡിവൈഡിങ് ഇറ്റ്സെൽഫ് ആൻഡ് ദെൻ ട്രാവൽസ് ത്രൂ ദ ഓവിഡക്ട്. ഓവിഡക്റ്റിലൂടെ മൂവ് ചെയ്യുന്നതൊക്കെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. അങ്ങനെയാണ് അവിടെ ഒരു എഗ്, ഒരു ഹാർഡ് ഷെൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഒരു ഹാർഡ് ഷെൽ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷമാണ് ഈ എഗ്ഗിനെ അവർ പുറത്തോട്ട് വിടുന്നത്. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഷൻ ഒക്കെ ഇവരുടെ ബോഡിക്ക് അകത്ത് വെച്ച് നടക്കുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു മെച്യൂർ എഗ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ എഗ്ഗിനെയാണ് പിന്നീട് ഇവര് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ആ എഗ് ഈ പറയുന്ന പോലെ ഫ്രോഗ് റിലീസ് ചെയ്ത പോലെ അല്ല, ഇതിനെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇവർ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. ഒരു ഹാർഡ് ഷെൽ അതിനകത്ത് കാണുന്നുണ്ട്. When this hard shell is formed, the hen lay the egg. Then it take almost 3 weeks complete ചെയ്തതിന് ശേഷമാണ് ഈ എഗ് ഒരു ചിക്കായിട്ട് മാറുന്നത്. Okay, in this time period, the hen often sits over the egg to provide it the warmth. അങ്ങനെ ഇവരെ പ്രൊട്ടക്ട് ഈ എഗ്ഗിനെ പ്രൊട്ടക്ഷൻ വളരെയധികം കെയറോട് കൂടി വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയതിനു ശേഷം അതിനുശേഷം ഒരു 3 വീക്സിന് ലേറ്റർ ആണ് ഇത് ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ എനിവേ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ആ ഒരു ഫീമെയിലിന്റെ ബോഡിക്ക് അകത്താണ് ഫെർട്ടിലൈസേഷൻ നടന്നത്, സൈഗോട്ട് ഫോം ചെയ്തത്. ആ സൈഗോട്ട് ആ എഗ്ഗിനകത്ത് വെച്ച് അവർ ആ എഗ്ഗിനെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തോട്ട് റിലീസ് ചെയ്തതിന് ശേഷം ആ എഗ്ഗിനെ പിന്നെയും അവർ ഒരുപാട് കെയർ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് പിന്നീട് ഒരു 3 വീക്സിന് ശേഷമാണ് അവിടെ ഒരു പുതിയ എംബ്രിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവിടെ ഫോം ചെയ്യുന്നത്. എംബ്രിയോ ഫോർമേഷൻ ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്, ഈ എഗ്ഗിനകത്ത് നടക്കുന്നുണ്ട്, ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നടന്നതിന് ശേഷം കംപ്ലീറ്റ് ഡെവലപ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻഡിവിജ്വൽ ആയതിനു ശേഷമാണ് ഇത് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് ഇൻ ദ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഇൻ ദ കേസ് ഓഫ് ദ ഹെൻസ് എന്ന് പറയുന്നത്. വേറൊരു കേസ് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ആണ്. അവിടെയും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ആ എഗ് ഫ്യൂസ് ചെയ്യുന്നതും ആ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആയതും എല്ലാം ബോഡിക്ക് അകത്ത് വെച്ച് നടക്കുന്നു. അവര് പുറത്തോട്ട് ഈ പറയുന്ന പോലെ ഹെൻസിനെ പോലെ റിലീസ് ചെയ്യുന്നൊന്നുമില്ല. ബാക്കി എല്ലാ ഫങ്ഷൻസും ബോഡിയുടെ അകത്ത് വെച്ച് തന്നെ നടക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയതിനു ശേഷമാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തോട്ട് വരുന്നത് ഇൻ ദ കേസ് ഓഫ് ദ ഹ്യൂമൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ഹെൻസ് ഫെർട്ടിലൈസേഷൻ ഓൾ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് എ ഫീമെയിൽ ആൻഡ് ദെൻ ഇറ്റ് ഈസ് റിലീസിങ് ഔട്ട്സൈഡ്. എന്ന് കഴിഞ്ഞ് റിലീസ് ചെയ്തതിന് ശേഷം അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അവിടെ അതിനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷമാണ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും അതുപോലെ തന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നതും. ഓക്കെ, ഇനി ഹ്യൂമൻ ബീങ്സിലും ഈ പറയുന്ന ഒരു കേസ് സംഭവിക്കുന്നുണ്ട്, ഹെൻസിന്റെ കേസ് പോലെ അല്ലെ. അതെന്താണ്, എങ്ങനത്തെ കണ്ടീഷൻ ആണ് ഇവിടെ പറയുന്നത്? ദാറ്റ് ഈസ് in some cases the oviducts are blocked and hence they are unable to hold the egg. അവിടെ ഓവിഡക്റ്റിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ അവിടുത്തെ ഓവിഡക്റ്റ് ബ്ലോക്ക് ആണെങ്കിൽ ചില കേസിൽ ചില ഹ്യൂമൻസിൽ ചില ഫീമെയിൽസിനകത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ ഓവിഡക്റ്റ് ബ്ലോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ
എഗ്ഗിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതാവുന്നു. അവിടെ എഗ്ഗ് വരുന്നില്ലെങ്കിൽ പിന്നീട് അവിടെ സ്പെർമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ സാധ്യമല്ല. So, in this means that these women are not able to bear babies because of the blocked oviduct. However, due to the process of in vitro fertilization, but അവരുടെ കേസിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു മെച്യൂർ എഗ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഓവറിക്കകത്ത് മെച്യൂർ ആയിട്ടുള്ള എഗ് ഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് കാനോട്ട് പാസ് ടു ദ ഓവിഡക്ട്. അതിന് ഓവിഡക്റ്റിലൂടെ പാസ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. എഗ് ഫോം ചെയ്യാത്ത ഒരു കേസ് അല്ല, എഗ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ബട്ട് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ, ഈ ഓവിഡക്റ്റില് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവുന്നില്ല. അവിടെ നിന്നാൽ മാത്രമേ സ്പേംസ് ഇവിടെ നിന്ന് വരുന്നതുമായിട്ട് അവർക്ക് ഫ്യൂസ് ചെയ്യാനായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് സാധ്യമാവുന്നുള്ളൂ. ബട്ട് ഇവരുടെ കേസിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള എഗ് ഫോം ചെയ്തിട്ടുണ്ടല്ലോ, ഈ എഗ്ഗിനെ നമുക്ക് പുറത്ത് വെച്ച് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആ കേസാണ് നമ്മൾ പറയുന്ന ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ വിട്രോ ആണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫ്രഷ്ലി റിലീസ്ഡ് എഗ് ഓഫ് ദ ഫീമെയിൽസ് ആൻഡ് ദ മെയിൽ സ്പേംസ് ക്യാൻ ബി ഫെർട്ടിലൈസ്ഡ് എക്സ്റ്റേണലി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റിലീസ് ചെയ്തിരിക്കുന്ന മെച്യൂർ ആയിട്ടുള്ള എഗ്ഗിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ? എക്സ്റ്റേണലി, പുറമേ വെച്ചിട്ട്. ഓക്കെ, പുറത്തു വെച്ചിട്ട് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്തൊക്കെ വെച്ച് ഇവരെ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം ഫെർട്ടിലൈസ്ഡ് ആയതിനു ശേഷം ദാറ്റ് ഈസ് അഗെയിൻ റീപ്ലാന്റിംഗ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഫീമെയിലിന്റെ ബോഡിയിലോട്ട് ബാക്കിയുള്ള ലേറ്റർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലി ദിസ് മെച്ചുറേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രം എന്ത് ചെയ്യുന്നു, പുറത്ത് വെച്ച് നടത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IVF എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും അല്ലെ, IVF എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കേസ്. ഓക്കെ, ദ സൈഗോട്ട് ദസ് ഫോംഡ് ഈസ് അലൗഡ് ടു ഡെവലപ്പ് ഫോർ എ വീക്ക് ഔട്ട്സൈഡ് ദ ഫീമെയിൽ. ഒരു വീക്കോളം അതിനെ പുറത്ത് വെച്ച് ഡെവലപ്മെന്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ദെൻ in safe conditions and it is then placed into the woman's uterus. അപ്പൊ അത് ഒരു കുറച്ച് വീക്സ് പുറത്ത് വെച്ച് തന്നെ അതിനെ ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ചതിന് ശേഷം അതിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് സേഫ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ അതിനെ തിരിച്ച് വിമൻസിന്റെ യൂട്രസിലോട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. സോ അവർക്ക് എന്ത് ചെയ്യാം, ദാറ്റ് വുമൻസ് ക്യാൻ ബിയർ ദ ബേബീസ് അല്ലെ, അവർക്ക് വേറെ യൂട്രസിനോ അങ്ങനെയൊന്നും പ്രശ്നമില്ല. അതൊന്നും അവരുടെ ലേറ്റർ ഡെവലപ്മെന്റ് ഒക്കെ ഇവരുടെ ബോഡിക്ക് അകത്ത് വെച്ച് നടക്കുന്നുണ്ട്. ബട്ട് ഓൺലി പ്രോബ്ലം ഈസ് ഫോർ ദ ഫെർട്ടിലൈസേഷൻ. അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടത്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ പുറത്ത് വെച്ച് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അത് മെച്യൂർ ആയി ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ഗ്രോ എന്ന് നമുക്ക് ഉറപ്പായതിനു ശേഷം നമ്മൾ ഇത് അഗെയിൻ ഫീമെയിലിന്റെ ബോഡിക്ക് അകത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ഓക്കെ, ദീസ് ബേബീസ് ദാറ്റ് ആർ ബോൺ വിത്ത് ദ IVF പ്രോസസ്, അങ്ങനെ ഉണ്ടാവുന്ന ബേബീസിനെ നമുക്ക് എന്ത് പറയാം, ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയാം. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ എഗ്ഗും അതുപോലെ തന്നെ സ്പേംസും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ എക്സ്റ്റേണലി, ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ കണ്ടീഷനിൽ നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ IVF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, in vitro fertilization. Development of the embryo. ഇനി എങ്ങനെയാണ് embryo form ചെയ്യുന്നത്? The zygote formed after the fertilization process divides itself repeated manner and forms a ball of cells.
സൈഗോട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിവിഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോൾ ഓഫ് സെൽസ് അവിടെ ഫോം ചെയ്യുന്നു. ഈ സെൽസ് അഗെയിൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് മാറുന്നു. ഓരോ ഗ്രൂപ്പ്സും ഓരോ ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് അല്ലെ. ടിഷ്യൂസ് എന്തായിട്ട് മാറും, ഒരു ടിഷ്യൂ സിസ്റ്റം ആയിട്ട് മാറും. ആ ഒരു ടിഷ്യൂ സിസ്റ്റം ആണ് പിന്നീട് ഓരോ ഓർഗൻ ആയിട്ട് മാറുന്നത്, ഓരോ ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഗ്രൂപ്പ് ഓഫ് സെൽസും ഓരോ ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. ആ ടിഷ്യൂസ് എല്ലാവരും കൂടെ ഓരോ ഓർഗൻസ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഓരോ ഓർഗൻസും എന്തായിട്ട് മാറും, ഇറ്റ്സ് ഡെവലപ്പിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രോയിങ് ടു എൻ എംബ്രിയോ. അതൊരു എംബ്രിയോ ആയിട്ട് മാറും വിത്ത് എ ഡിഫൈൻഡ് സ്ട്രക്ചർ, ഡിഫൈൻഡ് ഓർഗൻസ് എല്ലാം ഉള്ള ഒരു എംബ്രിയോ ആയിട്ട് അതിനകത്ത് മാറുന്നുണ്ട്. എംബ്രിയോ എംബഡഡ് ഇറ്റ്സെൽഫ് ഇൻ ടു ദ യൂട്രസ് വാൾസ്. എന്നിട്ട് ഈ എംബ്രിയോ എന്ത് ചെയ്യുന്നു, യൂട്രസ് വാളിനകത്ത് അറ്റാച്ച്ഡ് ആവുന്നു. ആൻഡ് കണ്ടിന്യൂസ് ടു ഗ്രോ ആൻഡ് ഡെവലപ്പ്. അങ്ങനെ യൂട്രസിനകത്ത് ഇവര് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വളരാനായിട്ട് ഇവര് തുടങ്ങും. അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് മുഴുവനും എങ്ങനെ കിട്ടും, ഈ യൂട്രസ് വാളിൽ ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പെഷ്യൽ സെൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്ലാസെന്റ എന്ന് പറയുന്നത്. ഈ എംബ്രിയോന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് മുഴുവനും പ്ലാസെന്റയിലൂടെ യൂട്രസിൽ നിന്നും ഇവർക്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി ഇറ്റ് ഈസ് ലേറ്റർ ഡെവലപ്പ് ഇൻ ടു ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ. അപ്പോ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഇറ്റ് ഈസ് ഫോം എ ബോൾ ഓഫ് സെൽസ്, ഒരു സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. സെൽസ് മുഴുവനും ഓരോ ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. ഓരോ ടിഷ്യൂസും ഓരോ ഓർഗൻസ് ആയിട്ട് മാറും. അങ്ങനെ ഓരോ ഓർഗൻസും ഓരോ ഓർഗൻ സിസ്റ്റം ഉള്ള ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എംബ്രിയോസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം പ്ലാസെന്റയിലൂടെയാണ്. പ്ലാസെന്റ കാണുന്നത് യൂട്രസിനകത്താണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ നമുക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ ബോഡി പാർട്സ് സച്ച് ആസ് ഹാൻഡ്സ്, ലെഗ്സ് ഇതൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു എംബ്രിയോക്കകത്ത് ഡിഫൈൻഡ് ഓർഗൻസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓരോ ഓർഗൻസും ഉള്ള ഓരോ പാർട്ടായിട്ട് മാറി അങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമുക്കൊരു ഫീറ്റസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ഫീറ്റസ് ആണ് പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഒരു ബേബി ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഒരു എംബ്രിയോയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സി, ഇതാണ് നമ്മൾ പറഞ്ഞ ഓവറിക്കകത്ത് എന്ത് സംഭവിക്കുന്നു, ഓവറീസ് എഗ്ഗിനെ റിലീസ് ചെയ്യുന്നുണ്ട്, എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓവറീസ് റിലീസ് ചെയ്യുന്നു, എഗ്ഗിനെ റിലീസ് ചെയ്യുന്നു ഓവിഡക്റ്റിനോട്ട്. ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പറഞ്ഞത്. ഇങ്ങനെ ഓവറീസ് റിലീസ് ചെയ്തതിന് ശേഷം, ഓവറീസ് എഗ്ഗിനെ റിലീസ് ചെയ്തതിന് ശേഷം ഇത് ഓവിഡക്റ്റിലൂടെ മൂവ് ചെയ്ത് വരുന്നുണ്ട്. അവസാനം ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അഗൈൻ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ആൻ എംബ്രിയോ, യൂട്രസ്. യൂട്രസിനകത്ത് വെച്ച് ഇത് അവിടെ എംബഡഡ് ആവുന്നു. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു, ലേറ്റർ ഗോയിങ് ഇൻ ടു ആൻ എംബ്രിയോ. ഇവിടെ ഫെർട്ടിലൈസ്ഡ് ആയില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ മെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും, യൂട്രസിൽ ഇവിടെ വോളൊക്കെ ഫോം ചെയ്യുന്നുണ്ടാവും. ഇവര് ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും. ബട്ട് ദിസ് എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ് വിത്ത് ദ മെയിൽ ഗാമേറ്റ്. ദെൻ എന്ത് ചെയ്യും, ഇത് മുഴുവനും പൊട്ടി സെക്രീഷൻ അല്ലെങ്കിൽ ഇത് മുഴുവനും പൊട്ടി അവിടെ സൈക്കിൾ, ഏത് സൈക്കിളാണ് നടക്കുന്നത്, മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഈ പറയുന്ന സെൽസും ടിഷ്യൂസും ഒക്കെ പൊട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. ഇഫ് ഇറ്റ് ഈസ് ഫെർട്ടിലൈസ്ഡ്, അവിടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, മെയിൽ ഗാമീറ്റുമായിട്ട് അവിടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എഗ് ഒരു എഗ് ആയിരിക്കും അവിടെ ഫെർട്ടിലൈസ്ഡ് ആവുന്നത്. ഇറ്റ് ഈസ് ഗെറ്റ് എംബഡഡ് ടു ദ യൂട്രസ് വാൾ ആൻഡ് ഇറ്റ് ഈസ് ലേറ്റർ ഗ്രോയിങ് ഇൻ ടു ആൻ എംബ്രിയോ. ക്ലിയർ ആണല്ലോ. അപ്പൊ സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എൻ എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. ഡെവലപ്പിംഗ് എംബ്രിയോ, എംബഡിങ് ഓഫ് ദ എംബ്രിയോ ഇൻ ദ യൂട്രസ് എൻലാർജ് കണ്ടു. ഇങ്ങനെയാണ് യൂട്രസ് വാളിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതും. ലേറ്റർ ദിസ് എംബ്രിയോ ഈസ് ഗ്രോയിങ് ഇൻ ടു ആൻ ഇൻഡിവിജ്വൽ. ക്ലിയർ ആണോ? അപ്പൊ ഹൗ ഈസ് എംബ്രിയോ ഡിഫറെന്റ് ഫ്രം ദ സൈഗോട്ട്? എന്താണ് എംബ്രിയോയും സൈഗോട്ടും എന്ന് പറഞ്ഞാൽ? എന്താണ് എംബ്രിയോയും സൈഗോട്ടും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം സൈഗോട്ട് കൺസിസ്റ്റ്സ് ഓഫ് എ സിംഗിൾ സെല്ലാണ് അല്ലെ. ബട്ട് എംബ്രിയോ എന്ന് പറയുന്നത് എന്താണ്, ഓരോ സെല്ലുകളും ഇവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സെല്ലുകൾ കാണപ്പെടുന്നു.
It is formed as a fertilization process occurs. സൈഗോട്ട് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ബട്ട് എംബ്രിയോ എന്ന് പറയുന്നത് ഫോംഡ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്റ്റെപ്പിൽ കാണുന്നതാണ് എംബ്രിയോ എന്ന് പറയുന്നത്. It has no wall, no well-defined organs or the tissues. ഇവിടെ നമുക്ക് ഓർഗൻസോ ടിഷ്യൂസോ ഒന്നും നമുക്ക് സൈഗോട്ടിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ എംബ്രിയോ ഇറ്റ് ഈസ് ഗ്രോയിങ് ഓർ ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാർട്സുകളും ടിഷ്യൂസും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. Okay, that is the difference between the zygote and the embryo. Zygote എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുണ്ടായ that one അല്ലെ, ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റേജസിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത്. എംബ്രിയോയിൽ സൈഗോട്ട് ഡിഫറെന്റ് സെൽസ് ആയിട്ട് മാറുന്നു. അതിനകത്ത് ഓരോ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്, ഡിഫറെന്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഓൾ ആർ ഒക്കറിംഗ് ഇൻ ദ embryo. Okay, so based on the way how the organism gave birth നമ്മൾ പറഞ്ഞു. അപ്പൊ എംബ്രിയോ ക്ലിയർ ആണ് അല്ലെ. ഇനി എങ്ങനെയാണ് ഇവര് ഓരോ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് ഓർഗാനിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് വിവിപാരസ് ആൻഡ് ദ ഓവിപാരസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്റേണൽ ഫെർട്ടിലൈസേഷനും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനകത്ത് നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. ഇപ്പൊ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. ഒന്ന് ഹ്യൂമൻസിന്റെ കേസും പറഞ്ഞു, ഒന്ന് ഹെൻസിന്റെ കേസും പറഞ്ഞു. ഹെൻസിന്റെ കേസിലാണെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ ഒക്കെ ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ബോഡിക്ക് അകത്ത് വെച്ചാണ് നടക്കുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫീമെയിലിന്റെ അകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കുന്നു. അതിനുശേഷം ദേ ആർ ലേയിങ് എഗ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അവര് മുട്ടയിടുന്നു. ആ മുട്ട പിന്നീടാണ്, അതായത് എക്സ്റ്റേണലി ആണ് ഇവര് ഡെവലപ്പ് ചെയ്യുന്നതും പിന്നീട് ഒരു എംബ്രിയോ ഒരു സൈഗോട്ടായിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നതും അല്ലെങ്കിൽ അത് പൊട്ടി പുറത്ത് ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനത്തെ കേസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ വിവിപാരസ് ആൻഡ് ദ ഓവിപാരസ്. In the case of the viviparous animal, the organism give birth to the young ones directly. നമ്മുടെ ഹ്യൂമൻസിന്റെ കേസ്, ഹ്യൂമൻസിൽ എങ്ങനെയായിരുന്നു? എല്ലാ ഡെവലപ്മെന്റും അവിടെ ഫ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ബാക്കി അവിടുത്തെ ഡെവലപ്മെന്റ് നടക്കുന്നത്, എംബ്രിയോ ആവുന്നത് ഇല്ലെങ്കിൽ സൈഗോട്ട് ആവുന്നത്, എംബ്രിയോ ആവുന്നത്, ഇതൊക്കെ നടക്കുന്നത് ഒരു ബോഡിയുടെ അകത്താണ്. എന്നിട്ട് കംപ്ലീറ്റ് ഗ്രോത്ത് നടന്നതിന് ശേഷമാണ് ദിസ് ഈസ് റിലീസിങ് ഔട്ട്സൈഡ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ദ ഹ്യൂമൻസ് അങ്ങനെയുള്ള കേസിനെ നമുക്ക് എന്ത് പറയാം? വിവിപാരസ് എന്ന് പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ഓവിപാരസ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇന്റേണലി ആണ്. ബട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇറ്റ് ഈസ് ലേയിങ് എഗ്സ് ഔട്ട്സൈഡ് അല്ലെ, എഗ് ആയിട്ട് അവർ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ എഗ് പിന്നീട് എക്സ്റ്റേണലി അവരെന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്ത് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നു. അതിനെ നമുക്ക് ഓവിപാരസ് എന്ന് പറയാം. സി എക്സാമ്പിൾ ഫിഷസ്, റെപ്റ്റൈൽസ്, ആംഫിബിയൻസ്, ഇതിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇവര് എഗ്ഗിന് അല്ലെങ്കിൽ these are the organisms that reproduce by laying eggs. ഇവരൊക്കെ മുട്ടയിട്ട് അല്ലെ പുറത്തോട്ട് റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ആനിമൽസിനെയും നമുക്ക് ഓവിപാരസ് എന്ന് പറയാം. ഫിഷസ് എന്ന് പറയുന്നത് ഇവര് എഗ് റിലീസ് ചെയ്യുന്നത് പുറത്തോട്ടാണ്. അതുപോലെ തന്നെ റെപ്റ്റൈൽസ് എഗ്ഗിനെ അവർ റിലീസ് ചെയ്യും. ആംഫിബിയൻസ്, നമ്മുടെ ഫ്രോഗിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അവർ എഗ്ഗിനെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ലേയിങ് എഗ്സ്. അവരെല്ലാവരെയും കൂടെ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഓവിപാരസ് എന്ന് പറയുന്നത്. വിവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവരുടെ ഡെവലപ്മെന്റ് ഒക്കെ നടന്നതിന് ശേഷം ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് വിവിപാരസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ?
ഓക്കെ, അങ്ങനെയാണ് 2 തരത്തിൽ നമ്മൾ പറഞ്ഞത്. Then turning into adults from the young ones as individuals upon they continue to grow until they turn into adult. Young ones may or may look. അപ്പൊ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഓസ്പ്രിങ്സ് എങ്ങനെയായിരിക്കും? ദേ വിൽ ബി സിമിലർ ടു ദെയർ പാരന്റ്. അവരുടെ പാരന്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നതായിരിക്കും. ഹ്യൂമൻസിൽ നിന്നുണ്ടാവുന്ന യങ് വൺസ് എന്ന് പറയുന്നത് എനിവേ ഇറ്റ് വിൽ ബി സിമിലർ ടു ദ ഹ്യൂമൻസ് ഓഫ് ദ എന്തായാലും ഒരു മനുഷ്യകുട്ടി ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഓരോർക്കും, ഇപ്പൊ ഫ്രോഗിനാണെങ്കിലും അതുപോലെ തന്നെ ഹെൻസിനാണെങ്കിലും ഒക്കെ എങ്ങനെയായിക്കോട്ടെ, ഇഫ് ഇറ്റ് ഈസ് ബൈ ദ ലേയിങ് എഗ്സ് ഓർ ഇറ്റ് ഈസ് ഗിവിംഗ് ബർത്ത്, എങ്ങനെയാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് ദേ വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ് ദ പാരന്റ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞത്, എന്താ പറഞ്ഞ്, എങ്ങനെയാണ് ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ എനിവേ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടിന്യൂറ്റി ഓഫ് ദ ലൈഫ് ആണെന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഒരു ഹ്യൂമൻസിന് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ കണ്ടിന്യൂഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? റീപ്രൊഡക്ഷൻ നടക്കണം. അത് എനി റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ ആണെങ്കിലും അസെക്ഷുവൽ ആണെങ്കിലും ഒരു ഓർഗാനിസംസ് പിന്നീട് ഈ ഭൂമിയിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും റീപ്രൊഡക്ഷൻ നടക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, so in this case they may look like the same when they becomes the adult. For instance, in the case of the frogs and silkworms, the adult and young ones are completely different. But ഇവിടെ stages എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, in the case of the oviparous അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രോഗിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇവിടെയൊക്കെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ഇവർക്ക് പല സ്റ്റേജുകൾ നടക്കുന്നുണ്ട്, അല്ലെ? ആ ഒരു പല സ്റ്റേജിലൂടെയാണ് പിന്നീട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിലാണെങ്കിലും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ഓരോ സമയത്ത് ഇപ്പൊ ഒരു 9 monthsന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ 9 monthsലും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സിലാണെങ്കിലും അതുപോലെ തന്നെ വേറെ ഓർഗൻസ് ആണെങ്കിലും ഓരോ ടൈമിൽ ഓരോ സ്ട്രക്ചർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിലൂടെയാണ് ഇവർ ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നതും. എനിവേ ഉണ്ടായി കഴിഞ്ഞാൽ ഇവര് സിമിലർ ടു ദ പാരന്റ്സ് ആണെങ്കിലും ഈ ഡ്യൂറിങ് ദെയർ ഡെവലപ്മെന്റ് ഇവർ പല ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് നമുക്ക് വിസിബിൾ ആവുന്നത് ഇൻ ദ കേസ് ഓഫ് ദ ഫ്രോഗ്സ് അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ദ സിൽക്ക് വേമിലൊക്കെ നമുക്ക് ഈ കേസ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇവരുടെ ഓരോ സ്റ്റേജസിലും ഇവരുടെ ഓരോ ഗ്രോത്തുകളും നമുക്ക് കാണാൻ പറ്റും. ഓരോ ലെവലായിരിക്കും ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഫ്രോഗിലൊക്കെ നമ്മൾ മാക്രി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്റ്റേജുകൾ നമ്മൾ പറയുന്നില്ലേ, ഇതൊക്കെ നമുക്ക് വിസിബിൾ ആയിരിക്കും. ബട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് അകത്താണെങ്കിലും ഈ പറയുന്ന കുറെ സ്റ്റേജുകൾ നടക്കുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് നോട്ട് വിസിബിൾ, അല്ലെ? അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ നോക്കി, ഇപ്പൊ ഫ്രോഗിനകത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എഗ് ഫോം ചെയ്തതിന് ശേഷം ടാഡ്പോൾസ് ഉണ്ടാവുന്നുണ്ട്, ദെൻ ഫ്രോഗ്ലെറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡിഫറെന്റ് സ്റ്റേജസിലൂടെ ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്ന ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ദ മെറ്റാമോർഫോസിസ്. ഓക്കെ, the process in which the young ones undergo drastic changes as they develop into an adult is called as the metamorphosis. Human beings do not undergo metamorphosis is because their body parts remain the same from the childhood to the adulthood. അവരുടെ ബോഡി പാർട്സുകളൊക്കെ സിമിലർ ആണ്, ബട്ട് അവരുടെ ബോഡിക്കകത്തും എന്ത് നടക്കുന്നുണ്ട്? ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് വിസിബിൾ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ കാണുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദിസ് ഫ്രോഗ്സും അതുപോലെ തന്നെ സിൽക്ക് വേമിലൊക്കെ ഇവർ ഡിഫറൻസ്. ഇപ്പൊ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്നത് അത് പല സ്റ്റേജസിലൂടെ കടന്നു പോയതിനു ശേഷമാണ്, ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടായതിനു ശേഷമാണ് ഇതൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രോഗിന്റെ കേസിൽ പറഞ്ഞപ്പോഴും ഇവിടെ എന്താണ് ഒരു കംപ്ലീറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് സ്റ്റേജസിലൂടെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിലൂടെ ഇവിടെ കടന്നു പോകുന്നുണ്ട്, അല്ലെ? ഡിഫറെന്റ് ഓർഗൻസ് ഇവിടെ സംഭവിക്കുന്നു. അങ്ങനെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിലൂടെയാണ് ഇതൊരു ഫ്രോഗ് ആയിട്ട് കംപ്ലീറ്റ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത്. ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹ്യൂമൻ ബീങ്സിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിസിബിൾ ആയിട്ടുള്ള സാധനം നടക്കുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദാറ്റ് ഓർഗാനിസംസ് ആൻഡ് ഓൾ ദാറ്റ് ഈസ്
They drastic changes as they develop into an adult. ഒരു അഡൾട്ട് ആയിട്ട് മാറുന്നതിന് ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നു. And that change is called as the metamorphosis. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു സിൽക്ക് വോമിന്റെ ലൈഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് എഗ്, ഒരു അഡൾട്ട് സിൽക്ക് വോം എഗിനെ റിലീസ് ചെയ്തു, അത് ഹാച്ച്ലിങ്സ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതൊരു സ്റ്റേജ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ലാർവ ആവുന്ന സമയത്ത് ഇതും തമ്മിലുള്ള ഡിഫറെന്റ് നമുക്കറിയില്ല. ഒരിക്കലും നമ്മൾ ഒരു സിൽക്ക് വോം ആണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല അല്ലെ. ഒരുപാട് ലാർജ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ചേഞ്ച് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ലാർവ പിന്നീട് പ്യൂപ്പ ആയിട്ട് മാറുന്നുണ്ട്. ലീറ്റർ ആണ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ സിൽക്ക് വോം ഒക്കെ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ദീസ് ഡ്രാസ്റ്റിക് ചേഞ്ച് നടക്കുന്നുണ്ടല്ലോ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ദ മെറ്റാമോർഫോസിസ് ആൻഡ് ദീസ് ഓൾ ആർ വിസിബിൾ ഫോർ us അല്ലെ. അതിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഫീമെയിൽ എങ്ങനെയാണ് ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്, ഒരു എംബ്രിയോയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷനും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ് വിവിപാരസ് അനിമൽസ്, എന്താണ് ഒവിപാരസ് അനിമൽസ്, എന്താണ് മെറ്റാമോർഫോസിസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വരുന്നത്, എന്തൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. എനിവേ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ നിങ്ങൾ ഇതുവരെയുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വരാം. ഓക്കെ, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷനും അത് ഏതൊക്കെ ഓർഗാനിസംസിലാണ് കാണിക്കുന്നത് എന്നുള്ളതും, എന്താണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ എനിവേ നോക്കി വരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം.